എടാ ഞാൻ പ്രഗ്നന്റ് ആടാ. അതെങ്ങനെ? അക്ഷയ് എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കരുത്. ഞാൻ അന്നേ പറഞ്ഞതാ കറങ്ങാൻ പോണ്ടോന്ന്. കറങ്ങാൻ പോയി? നീ ഇതെങ്ങനെ കൺഫേം ചെയ്തേ? രാവിലെ 3 പ്രാവശ്യം ഞാൻ വാള് വെച്ച്, അതുപോലെ വയറും വീർത്തു വരുന്നു. എന്ന് പറ പ്രഗ്നന്റ് ആണെന്നാണോ? നീ പ്രഗ്നൻസി ടെസ്റ്റും കൂടെ ഒന്ന് വെച്ച് നോക്കി. എടാ ഒരു പെണ്ണിന്റെ ശരീരത്തിന് മാറ്റം അവർക്ക് അറിയാടാ. മര്യാദക്ക് കല്യാണത്തിന്റെ കാര്യം നോക്കിക്കോണേ. എടി ജോലിയും കൂലി ഇല്ലാതെ ഞാൻ മോനെ അതേതാ പെൺകൊച്ചവിടെ നിൽക്കണേ? ഹരിതകർമ്മ സേന അമ്മുമ്മ. ഇവർക്കൊക്കെ പച്ച യൂണിഫോം അല്ലേ മോനെ? അത് ഭരണം മാറിയപ്പോ മാറിയതാ അമ്മുമ്മ. കളക്കി കിളവി ആര്? അത് അമ്മയുടെ ഏതോ ഒരു അപ്പച്ചിയുടെ ഏതോ ഒരു തള്ളയാ. കള്ളക്കിളവ് കേറി വന്നപ്പോ തൊട്ട് എനിക്ക് ചാക്കാല്. മര്യാദക്ക് എന്നെ കെട്ടിയില്ലെങ്കിൽ ആ കിളവി പറഞ്ഞെന്നെ നിനക്ക് നടക്കും. നില്ല്. ആ ചേച്ചി ഫ്രിഡ്ജിൽ നിന്ന് ചക്കപ്പുഴുക്ക് എടുത്ത് തന്നാ? ഓ തിന്ന്. എന്ത്? ആ അതൊരാഴ്ച പഴക്കമുള്ള. ഒരാഴ്ച പഴക്കമുള്ളായിരുന്നോ? അയ്യോ വെറുതെ അല്ല വാള് വെച്ച. ഞാൻ പേടിച്ചു. ചേച്ചി പേടിക്കുന്ന എന്തിനു? അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നീ ഫോൺ വൈ. അല്ല ഇതിപ്പോ നാട്ടിൽ നടക്കാത്ത പരിപാടി ഒന്നും ഇല്ലല്ലോ. സാധാരണ ആൾക്കാർ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആവും. ഇത് കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുമോ? അതിപ്പോ അതിന് വീട്ടിൽ രാവിലെ ഞാൻ ഒരാഴ്ച പഴക്കമുള്ള ചക്കപ്പുഴുക്ക് തിന്നണോ? നീ എന്ത് പരിപാടി അടി കാണിച്ച്? കൊച്ചിന് ഗ്യാസ് അടിക്കത്തില്ലേ? രാവിലെ ചക്കപ്പുഴുക്കിന്റെ അപ്പൊ നീ എന്തുവാടി നേരത്തെ പറഞ്ഞ? ഒരു പെണ്ണിന്റെ ശരീരത്തിൽ മാറ്റം വന്ന പെണ്ണിനെ അറിയാൻ പറ്റുമെന്ന്. ദരിദ്രവാസി. ഞാൻ അങ്ങനെ പറഞ്ഞ ഇല്ലടി നീ ഒന്നും പറഞ്ഞില്ല. എന്താ വാടാ അവിടെ ബഹളം? നിങ്ങളുടെ തൊണ്ട പെറ്റ് കൊല്ലണം. ഏടെ ഇത് അയ്യോ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടാ. മീനും ഇതിലൊരു കോമഡി ഉണ്ടായി. എന്റെ ഫോൺ ഇന്നലെ കാണാതെ ഞാൻ ഫോണിന്റെ ഫ്ലാഷ് ഓണാക്കി ഫോണും തപ്പി നടന്ന്. മണ്ട ശിരോണി തന്നെ. എന്നിട്ട് എവിടുന്ന ഫോൺ കിട്ടിയേ? എവിടുന്ന് കിട്ടിയ സുഖം? കിട്ടിയില്ലപ്പോ കളഞ്ഞു. കൊണ്ടുപോയി കളഞ്ഞതല്ലേ? എന്റെ ആകുമ്പോ ഇതുപോലത്തെ ഒരു മണ്ടകള് ഉണ്ടെങ്കിൽ നല്ല രസമാണ്. നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് എപ്പോഴും.